ഇവിടെ ഹീറോന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഏത് സമയം നോക്കിയാലും മൊബൈലും ലാപ്ടോപ്പിലും ബിസി ആയിരിക്കും. പക്ഷെ അവനാണെങ്കിൽ വർക്ക് ചെയ്യായിരിക്കില്ല. പകരം ഹീറോയിനെ അറിയാതെ അവന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വേറൊരു പെണ്ണുമായിട്ട് അഫയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. എന്നാൽ അതേ സമയത്ത് ഇവന്റെ ബിഹേവിയർ കാണുന്ന ഹീറോനാണെങ്കിൽ അവനോട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു പെണ്ണിന്റെ പേര് പറയാൻ തുടങ്ങുകയാണ്. ഒരു പക്ഷേ ഞാൻ മാത്രം നളിനി വിഷ്ണുനാഥിനെ പോലെ ആയിരിക്കണം, ഞാൻ മാത്രം അവളെ പോലെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അവളുടെ പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ആ പേര് കേൾക്കുന്ന ഹീറോന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ആരാണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. ദിവസങ്ങൾ പോകുന്നതോറും ഇവളുടെ ഹസ്ബൻഡ് ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാതെ പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്നതാണെങ്കിൽ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഹീറോനാണെങ്കിൽ അവൾക്ക് വയ്യാത്തോടെ ഹസ്ബൻഡിനോട് ഒരു മരുന്ന് വാങ്ങി വരാൻ പറയും. എന്നാൽ ഇവൾക്ക് വയ്യെങ്കിൽ പോലും ഹീറോനാണെങ്കിൽ ആ ദിവസം മുഴുവനും പണി ചെയ്യാണ് ഹസ്ബൻഡിന് വേണ്ടത് മക്കൾ കൊണ്ടൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ വൈകുന്നേരം വരുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ആ മരുന്ന് വാങ്ങിയിട്ടുണ്ടാവില്ല. അത് കാണുന്ന സമയത്ത് ഹീറോനാണെങ്കിൽ സങ്കടം വരുന്നുണ്ടാകും, അതുപോലെ ദേഷ്യം വരുന്നുണ്ടാവും. അവൻ കോഫി വേണമെന്ന് പറയുമ്പോൾ ഇവളത് കൊണ്ടുവയ്ക്കുകയാണ്. പക്ഷേ ആ സമയത്ത് പോലും അവനാണെങ്കിൽ ചാറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ആ സമയത്ത് വീണ്ടും ഹീറോനെ പേര് റിപ്പീറ്റ് ചെയ്യാണ്. പക്ഷേ ദേഷ്യപ്പെടുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ അതാരാണ് ചോദിക്കും. അപ്പോഴായിരിക്കും ആ പെണ്ണ് ഇവളുടെ കൂടെ പഠിച്ച ഫ്രണ്ടാണെന്ന് പറയാം. അവളാണെങ്കിൽ ഒരു പാവം കുട്ടിയാണ്. അവളുടെ ഡ്രീം ആണെങ്കിൽ ഒരു ആങ്കർ ആവണമെന്നായിരിക്കും. പക്ഷേ അവളുടെ വീട്ടിലാണെങ്കിൽ വേഗം കല്യാണം കഴിച്ച് വെക്കുകയാണ്. അങ്ങനെ അവളുടെ ഡ്രീം നടക്കില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് ആണ് നല്ലവനായിരിക്കും. അവളെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്ത് അവളുടെ ലുക്കെല്ലാം മാറ്റിയിട്ട് അവസാനം അവൾ പ്രതീക്ഷിച്ച പോലെ റാങ്കർ ആക്കിയിട്ട് മാറ്റും. സോ എനിക്കും അവളെ പോലെ ആവണമെന്ന് പറഞ്ഞ് വീണ്ടും ആ പെണ്ണിന്റെ പേര് ഇവൾ റിപ്പീറ്റ് ചെയ്യാണ്. കൂടാതെ ഹീറോയിന് ആ പെണ്ണാണ് റോൾ മോഡൽ എന്നും പറയും. അതേ സമയത്ത് അവൾ ആങ്കർ ആയതുകൊണ്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന പറഞ്ഞ് ഹീറോ സെർച്ച് ചെയ്ത് നോക്കണം. പക്ഷെ അവനാണെങ്കിൽ ഷോക്ക് ആവും. കാരണം ഇത്ര നേരം ഹീറോയിൻ പറഞ്ഞ പെണ്ണാണെങ്കിൽ സ്വന്തം ഹസ്ബൻഡിനെ വെട്ടിക്കൊന്നിട്ടുണ്ടാവും. കാരണം അവൾ നല്ലവനായ ഹസ്ബൻഡ് ആണെങ്കിൽ വേറൊരു പെണ്ണുമായിട്ട് അഫയർ ഉണ്ടാക്കും. അത് അവൾ കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ വെട്ടിക്കൊല്ലുകയാണ്. അതുകൊണ്ട് ഷോക്കായി നിൽക്കുന്ന ഹീറോന്റെ മുന്നിലേക്കാണെങ്കിൽ ഹീറോയിൻ വരും. എന്നിട്ട് എന്റെ റോൾ മോഡലായ നളിനി വിഷ്ണുനാഥൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ ചോദിക്കും. അങ്ങനെ അവസാനം അഫയർ ഉണ്ടെങ്കിൽ കൊന്നുകളി എന്ന് ഹീറോയിൻ ഹസ്ബൻഡ് ഒരു പേരിലൂടെ വാണിയാണ്.